പുനലൂരിൽ അജയ് പ്രസാദ് എംഎൽഎയുടെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചാണ് പര്യടനം നടത്തുന്നത്. അച്ചൻകോവിൽ, റോസ്മല തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ എംഎൽഎക്ക് സ്വീകരണം നൽകി. പുനലൂർ മണ്ഡലത്തിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സി അജയ് പ്രസാദ് എംഎൽഎയുടെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മണ്ഡല പര്യടനത്തിന് തുടക്കമായി. LDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചത്. മലയോര മേഖലയായ അച്ചൻകോവിലിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് എൻ്റെ നന്ദിയും എൻ്റെ കടപ്പാടും അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ എന്നെ കൂടി അതിനോടൊപ്പം ചേർക്കണേ എന്നാണ് ഞാൻ ഈ നാട്ടിലെ സമ്പന്നരായവരോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ആ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിച്ചു, നല്ല ഭൂരിപക്ഷം തന്നു, എന്നെ തെരഞ്ഞെടുത്തു. പക്ഷേ പല കാരണങ്ങളാൽ നമ്മുടെ LDFന്റെ ഗവൺമെന്റ് തുടരാൻ മറ്റുള്ള പല സാഹചര്യങ്ങളോട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതിപക്ഷ MLA, പ്രതിപക്ഷത്തേക്ക്. കേരള കോൺഗ്രസ് ബി സെക്രട്ടറി പ്രസാദ് പി നായർ, സി രാധാകൃഷ്ണപിള്ള, CPI ലോക്കൽ സെക്രട്ടറി അച്ചൻകോവിൽ സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് അംഗം സി രാധാകൃഷ്ണൻ, സാനു ധർമ്മരാജൻ എന്നിവർ പങ്കെടുത്തു. കാരണം നമ്മുടെ പുനലൂർ മണ്ഡലം എന്നും ഒരു ചെങ്കോട്ടയാണെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ഒരിക്കലും ഏത് പേമാരിയിലും കൊടുങ്കാറ്റിലും തകരുന്നതല്ല പുനലൂര് മണ്ഡലം എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ എന്നും ചാഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിയായി പുനലൂരിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ശീലമേ ഉള്ളൂ. ആ ശീലം ഒട്ടും മായാതെ മങ്ങാതെ നമ്മുടെ പുനലൂരിൽ നിന്ന് മത്സരിച്ച സഖാവ് അജയ് പ്രസാദ് സഖാവിനും ഈ വലിയ ഒഴുക്കിൽ UDFന് അനുകൂലമായിട്ട് കേരളമെമ്പാടും ഒരു ഒഴുകി മാറിയ സമയത്തും കൊല്ലം ജില്ലയിൽ പുനലൂർ മണ്ഡലത്തിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടയാണ് പുനലൂർ മണ്ഡലം എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ കഴിയും. റോസ്മലയിൽ നിന്നും ആരംഭിച്ച പരിപാടി ഓലപ്പാറയിൽ സമാപിച്ചു. ചേനഗിരിയിലും അച്ചൻകോവിൽ മൂന്നുമുക്കിലും പര്യടനത്തിന് ആവേശോജ്വലമായ സ്വീകരണം ലഭിച്ചു. കിഴക്കേക്കുഴി ഭാഗം, സെന്റ് ഉന്നതി, ലക്ഷംവീട് ഉന്നതി എന്നിവിടങ്ങളിലെ വോട്ടർമാരെയും നേരിൽ കണ്ട് MLA നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.